ജംഷീർ കൊടിഞ്ഞി ചേരുന്നു മലപ്പുറത്തെ വിവരങ്ങളുമായി. ജംഷീർ, മലപ്പുറം പോളിംഗിനായി ഒരുങ്ങിക്കഴിഞ്ഞോ? ധന്യ, തീർച്ചയായിട്ടും നേരത്തെ മറ്റു ജില്ലകളിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം ജില്ലയും പോളിംഗിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതത് ബൂത്തുകളിൽ അവരുടെ ഏൽപ്പിച്ച പ്രദേശങ്ങളിൽ എത്തി അവിടെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുകയാണ്. ഇന്ന് രാത്രിയോട് കൂടി തന്നെ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി. നാളെ കാലത്ത് തന്നെ 7 മണിയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പിനുള്ള, അതിനു മുൻപ് 6 മണിയോടുകൂടി തന്നെ മോക്ക് പോളിംഗ് ഒക്കെ ചെയ്ത് 7 മണിയോടെ പോളിംഗിനുള്ള സജ്ജീകരണം എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. പൊതുവെ ശാന്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ള വിലയിരുത്തലാണ് ജില്ലയിൽ നിന്നുള്ളത്. സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും സംബന്ധിച്ചാണെങ്കിൽ ഇന്നവർ അവസാനഘട്ട പ്രചരണം, അത് എന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും അവസാനത്തെ മണിക്കൂറിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മളൊക്കെ രാവിലെ തന്നെ 7 മണിയോട് കൂടി തന്നെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ വീടുകൾ കയറിയിറങ്ങി ഒരിക്കൽ കൂടി ആളുകളെ കാണുന്ന തിരക്കിലായിരുന്നു. മാത്രമല്ല ഇന്നത്തെ നിമിഷം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ ഒരു സമയമാണ്. അത് പരമാവധി വോട്ടർമാരെ കാണുക എന്നുള്ളത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDF-ന് വലിയ സ്വാധീനമുള്ള, വലിയ ആധിപത്യമുള്ള ജില്ലയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ജില്ലയാണെന്ന് പറയുമ്പോഴും പലയിടങ്ങളിലും, പ്രത്യേകിച്ച് പല പഞ്ചായത്തുകളിലും ഈ ശല്യം എന്ന് വെച്ചാൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നവരുടെ വിമത ശല്യം രൂക്ഷമാണ്. അത് വലിയ തരത്തിൽ പലയിടങ്ങളിലും ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരായി നിൽക്കുന്നവർക്കെതിരെ ശക്തമായ പ്രചരണം നടത്തി പാർട്ടി അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിന് വോട്ട് ചെയ്യണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് UDF മുന്നണി അടക്കമുള്ളവർ പ്രചരണ രംഗത്ത് ഇപ്പോഴും സജീവമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതേസമയം ഇരു മുന്നണികളും, എല്ലാ മുന്നണികളും ഈ പ്രചരണ രംഗത്ത് കൃത്യമായി സജീവമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കുകൾ, കഴിഞ്ഞ തവണത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിലേക്കാണെങ്കിലും അതോടൊപ്പം തന്നെ നഗരസഭകളിലാണെങ്കിലും ഒക്കെ UDF-ന് ആധിപത്യം ഉള്ള നഗരസഭകളിൽ 3 നഗരസഭകളാണ് LDF-നുള്ളത്. പൊന്നാനിയും പെരിന്തൽമണ്ണയും അതോടൊപ്പം തന്നെ നിലമ്പൂരും ഉള്ളത്. അവിടങ്ങളിൽ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം, അതായത് അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം UDF-ന്, പ്രത്യേകിച്ച് നിലമ്പൂർ പോലുള്ള നഗരസഭകൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം UDF നടത്തുമ്പോൾ മറ്റു നഗരസഭകൾ കൂടുതൽ പിടിച്ചെടുക്കാനുള്ള ശ്രമം LDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 5 സീറ്റുകൾ മാത്രമാണ് ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ബാക്കി 27 സീറ്റുകളും UDF-നായിരുന്നു. എന്നാൽ ഇത്തവണ എണ്ണം കൂട്ടാനുള്ള ഒരു ശ്രമമാണ് LDF-ന്റെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും നഗരസഭകളാണെങ്കിലും പഞ്ചായത്താണെങ്കിലും ബ്ലോക്കുകളാണെങ്കിലും പരസ്പരം അവരുടെ ആധിപത്യം തെളിയിക്കാനുള്ള ശ്രമം തന്നെയാണ് എല്ലാ മുന്നണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. LDF ആണെങ്കിലും UDF ആണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും നിലവിൽ വോട്ടെടുപ്പിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഒരുങ്ങിക്കഴിഞ്ഞു. അത് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നലെ കലാശക്കൊട്ട് കഴിഞ്ഞതാണ്. നഗരങ്ങളിൽ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഗ്രാമപ്രദേശങ്ങളിൽ ശക്തമായി കലാശക്കൊട്ട് നടന്നാണ്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ നിന്നുള്ള ചില ഉന്തും തള്ളുവിന്റെ വാർത്തകളൊക്കെ അപ്പുറത്തേക്ക് വളരെ ശാന്തമായിരുന്നു. അതുപോലെ തന്നെ ശാന്തമായ രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പും പൂർത്തിയാകുക എന്ന് തന്നെയാണ് നമ്മൾ മലപ്പുറത്തും പ്രതീക്ഷിക്കുന്നത്. ശരി ജംഷീർ.